അധ്യായം 114 സൂറത്തുന്നാസ്. ജനങ്ങൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6. മദീനയിലാണെന്നും അഭിപ്രായമുണ്ട്. കഴിഞ്ഞ സൂറത്തിൻ്റെ പ്രാരംഭത്തിലും വിവരണത്തിലും ഈ രണ്ട് സൂറത്തുകളെയും സംബന്ധിച്ച് ഉദ്ധരിച്ച ഹദീസുകൾ ഇവിടെയും ഓർക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. ഖുൽ, നബിയെ പറയുക, അഊദു, ഞാൻ ശരണം തേടുന്നു, രക്ഷ, അഭയം തേടുന്നു, ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. പറയുക, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു. വചനം 2. മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവായ. മലിക്കിന്നാസ്. അതെ, മനുഷ്യരുടെ രാജാധിപതിയായ. വചനം 3. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹായ. ഇലാഹിന്നാസ്. മനുഷ്യരുടെ ആരാധ്യനായ റബ്ബിനോട്. വചനം 4. മിൻ ശർരി, കെടുതലിൽ നിന്ന്, ദോഷത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്. അൽ വസ്വാസി, ദുർമന്ത്രത്തിൻ്റെ. അൽ ഖന്നാസ്, പിന്മാറിക്കളയുന്നവൻ്റെ, ഒളിഞ്ഞു പോകുന്നവൻ്റെ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. കുസൃതി കൂട്ടി പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്ന്. വചനം 5. അല്ലദീ യുവസ്വിസു, ദുർമന്ത്രം നടത്തുന്നവൻ. ഫീ സുദൂരി, നെഞ്ഞുകളിൽ, ഹൃദയങ്ങളിൽ. അന്നാസ്, മനുഷ്യരുടെ. الذي يوسوس في صدور الناس. അതായത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ. വചനം 6. മിനൽ ജിന്നറ്റി, ജിന്നുകളിൽ നിന്ന്. വന്നാസ്, മനുഷ്യരിൽ നിന്നും. മിനൽ ജിന്നതി വന്നാസ്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദുർമന്ത്രം നടത്തുന്നവൻ. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി മനുഷ്യഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ്റെ, അതായത് കുസൃതി നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്ന് മനുഷ്യരുടെ ആരാധ്യനായ, മനുഷ്യരുടെ രാജാധിപതിയായ, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മൊത്തത്തിലും ചില പ്രത്യേക വസ്തുക്കളിൽ നിന്ന് വിശേഷിച്ചും സംഭവിക്കാവുന്ന കെടുതലുകളിൽ നിന്ന് ശരണം തേടണമെന്ന് കഴിഞ്ഞ സൂറത്തിൽ അള്ളാഹു ഉദ്ബോധിപ്പിച്ചു. മനുഷ്യർക്ക് അറിയുവാൻ കഴിയാത്ത രൂപത്തിൽ സദാ നേരിട്ടേക്കുന്ന ഗൗരവമേറിയ മറ്റൊരു കെടുതലിൽ നിന്ന് കൂടി നാം അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ടെന്നും ആ കെടുതിയെപ്പറ്റി നാം എപ്പോഴും ബോധവാന്മാരായിരിക്കേണ്ടതുണ്ടെന്നും ഈ സൂറത്ത് മുഖേന അള്ളാഹു പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ധാർമ്മിക ബോധം നശിപ്പിച്ച് ദുർനടപ്പുകാരാക്കി തീർക്കുകയും ഐഹിക ജീവിതത്തെ കളങ്കപ്പെടുത്തി മലീമസമാക്കുന്നതും പരലോക ജീവിതത്തെ പാടെ അപകടത്തിലാക്കുന്നതും അതേസമയത്ത് ബാഹ്യദൃഷ്ടി കൊണ്ട് കണ്ടുപിടിക്കുവാൻ കഴിയാത്തതുമാണ് ആ ദുശക്തി. അതുകൊണ്ട് ഖുർആന്റെ ഏറ്റവും ഒടുവിലത്തേതായ ഈ സൂറത്തിൽ അതിനെപ്പറ്റി അള്ളാഹു പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ അജ്ഞാത ശക്തി? മനുഷ്യ മക്കളിൽ ദുഷിച്ച വിചാരവികാരങ്ങൾ ഇളക്കിവിട്ടും ദുർവൃത്തികൾക്ക് പ്രേരണ നൽകിയും നല്ലത് ചീത്തയായും ചീത്ത നല്ലതായും ചിത്രീകരിച്ചു കൊടുത്തും വ്യാമോഹങ്ങൾക്ക് വശംവദരാക്കിയും അവരെ വഴിപിഴപ്പിക്കുകയാണ് അതിൻ്റെ ജോലി. അതിനായി അവരറിയാതെ അവരുടെ ഹൃദയങ്ങളിൽ കുസുകുസു ദുർമന്ത്രം നടത്തുകയും ബാഹ്യരംഗത്ത് പ്രത്യക്ഷപ്പെടാതെ കുസൃതി കൂട്ടി ഒളിഞ്ഞു പിന്മാറുകയും ചെയ്യുക അതിൻ്റെ പതിവാകുന്നു. അതിനെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കുവാനോ കൈകൊണ്ട് എത്തിപ്പിടിക്കുവാനോ സാധ്യമല്ല. അത്രയും സൂത്രത്തിലും നിഗൂഢതയിലുമായിരിക്കും അതിൻ്റെ പ്രവർത്തനം. മനുഷ്യൻ്റെ വിചാരവികാരങ്ങളെയും കർമ്മരംഗങ്ങളെയും നിയന്ത്രിച്ചു വരുന്നത് ഹൃദയമാണല്ലോ. ആ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ വെച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തപ്പെടുന്നത്. എന്നിരിക്കുമ്പോൾ അതിനെ എത്രമാത്രം ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് ഊഹിക്കാവുന്നതാണ്.
രണ്ടു തരം പിശാചുക്കളിൽ നിന്നാണ് ഈ ഉപദ്രവങ്ങൾ മനുഷ്യനെ നേരിടുന്നത്. ഒന്ന് ജിന്നവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ, രണ്ട് മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതൽക്കേ അവരുടെ പരമശത്രുവായ ഇബിലീസിൻ്റെ സന്തതികളും സൈന്യങ്ങളുമാണ് ജിന്നിലെ പിശാചുക്കൾ. അവരാകട്ടെ മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ പ്രതിജ്ഞയെടുത്തവരും മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത ആത്മീയ ജീവികളുമാണ്. മനുഷ്യ പിശാചുകളാകട്ടെ അവർ മനുഷ്യർ തന്നെയാണെങ്കിലും ദുർമന്ത്രം നടത്തുന്നതിലും വഴിപിഴപ്പിക്കുന്നതിലും ജിന്നുവർഗത്തിലെ പിശാചുക്കളേക്കാൾ ഒട്ടും താണവരല്ല. ഗൂഢപ്രവർത്തനങ്ങൾ നടത്തുന്നതിലും പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട സന്മാർഗങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നതിലും ഇരുകൂട്ടരും അന്യോന്യം പങ്കുകാരും സഹകാരികളുമായിരിക്കും. അള്ളാഹു പറയുന്നു, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ. അതുപോലെ ഓരോ പ്രവാചകനും തന്നെ മനുഷ്യരിലും ജിന്നിലുമുള്ള പിശാചുക്കളാകുന്ന ചില ശത്രുക്കളെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവരിൽ ചിലർ ചിലരോട് വഞ്ചനക്കായി മോടിവാക്കുകൾ സ്വകാര്യ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കും. സൂറത്ത് അൻആം 112. വ ഇന്നശ്ശയാത്തീന ലയൂഹൂന ഇല ഔലിയാഇഹിം. നിങ്ങളോട് തർക്കം നടത്തുവാൻ വേണ്ടി നിശ്ചയമായും പിശാചുക്കൾ തങ്ങളുടെ മിത്രങ്ങളോട് സ്വകാര്യ സംഭാഷണം നടത്തുന്നതാണ്. നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം നിശ്ചയമായും നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. അൻആം 121. ഇരുവിഭാഗക്കാരും തമ്മിൽ പരസ്പര ധാരണയും സഹകരണവും ഉണ്ടെന്ന് ഇതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ദുർമന്ത്രങ്ങളുടെ മൂപ്പ് വഹിക്കുന്നവർ ജിന്നുകളിലെ പിശാചുക്കളാണെന്നും അവരുടെ ദുരുപദേശങ്ങൾ സ്വീകരിച്ച് അവരെ അനുകരിക്കുകയാണ് മനുഷ്യപിശാചുക്കൾ ചെയ്യുന്നതെന്നും രണ്ടാമത്തെ വചനത്തിൽ നിന്നും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങളിൽ ഒരാളും തന്നെ ജിന്നിൽ നിന്നുള്ള അവൻ്റെ ഇണയും അഥവാ കരീനും മലക്കുകളിൽ നിന്നുള്ള അവൻ്റെ ഇണയും അവനിൽ നിയോഗിക്കപ്പെടാതില്ല. സ്വഹാബികൾ ചോദിച്ചു, അങ്ങേക്കുമോ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും തന്നെ. പക്ഷേ എൻ്റെ ഇണയുടെ മേൽ അള്ളാഹു എനിക്ക് സഹായം നൽകിയിരിക്കുന്നു. അതിനാൽ അവൻ കീഴൊതുങ്ങിയിരിക്കുന്നു. അവൻ എന്നോട് നല്ലതിനല്ലാതെ ഉപദേശിക്കുകയില്ല. മുസ്ലിം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിശ്ചയമായും പിശാച് മനുഷ്യനിൽ നിന്ന് അവൻ്റെ രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ സഞ്ചരിക്കുന്നതാണ്. ബുഖാരി, മുസ്ലിം. മനുഷ്യഹൃദയങ്ങളിൽ പിശാചിൻ്റെ വിഷമത്തിന് ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത് നോക്കുക. നിങ്ങളൊരാളുടെ അടുക്കൽ പിശാച് വരും. എന്നിട്ടവൻ പറയും അഥവാ തോന്നിപ്പിക്കും, ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാണ്? ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാണ്? അങ്ങനെ ഒടുക്കം അവൻ പറയും, നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചതാരാണ്? അവിടെ എത്തിയാൽ അപ്പോൾ അവൻ അഥവാ മനുഷ്യൻ അള്ളാഹുവിൽ ശരണം തേടിക്കൊള്ളുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊള്ളട്ടെ. ബുഖാരി, മുസ്ലിം. മനുഷ്യഹൃദയങ്ങളിൽ ആദ്യമാദ്യം അന്വേഷണ രൂപത്തിൽ ഉത്തരം കിട്ടാവുന്ന സംശയങ്ങളും ക്രമേണ ഉത്തരം മുട്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങളും പിശാച് കുത്തിച്ചെലുത്തും. അങ്ങനെ ഒടുക്കം വഴിപിഴപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെയുള്ള ആപൽ സന്ധിയിലേക്ക് നീങ്ങുവാൻ മനസ്സിനെ അനുവദിക്കരുത് എന്നാണ് ഹദീസിൻ്റെ താൽപ്പര്യം. ഇതേ അടവ് ചില മനുഷ്യപിശാചുക്കളിലും കാണാവുന്നതാണ്. അന്വേഷണം, വിശകലനം, നിരൂപണം, ചർച്ച ആദിയായ മധുര പേരുകൾ നൽകി തർക്കത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും ഒടുക്കം നിഷേധത്തിലേക്കും എത്തിച്ചേ അവർ അടങ്ങുകയുള്ളൂ. ന്യായവാദങ്ങളും യുക്തിവാദങ്ങളും മോഹനവാക്കുകളും അവരുടെ ആയുധങ്ങളായിരിക്കും. പിശാച് പറയും എന്ന് പറഞ്ഞതിൻ്റെ സാരം മനുഷ്യൻ കേൾക്കെ അവൻ ഉച്ചത്തിൽ സംസാരിക്കുമെന്നല്ല. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അങ്ങനെ ഓരോ സംശയങ്ങൾ അവൻ ജനിപ്പിക്കുകയോ അവൻ്റെ അനുയായികളായ ദുഷ്ടജനങ്ങൾ മുഖേന കുതർക്കങ്ങളും ദുർന്യായങ്ങളും സമർപ്പിക്കുകയോ ചെയ്യുമെന്നാകുന്നു. ഈ വിഷയകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച മറ്റൊരു വചനം കാണുക. മനുഷ്യർ തമ്മിൽ അന്യോന്യം ചോദ്യം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൻ പറയപ്പെടും, ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടി. എന്നാൽ അള്ളാഹുവിനെ ആർ സൃഷ്ടിച്ചു? അഥവാ അവൻ എങ്ങനെയുണ്ടായി? ഈ തരത്തിൽപ്പെട്ട വല്ലതും ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ അവൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുന്നു എന്ന്. ബുഖാരി, മുസ്ലിം. പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളെക്കുറിച്ച് നാം വളരെ ഗൗരവപൂർവ്വം കരുതിയിരിക്കേണ്ടതുണ്ടെന്നും അതിൽ നിന്ന് രക്ഷകിട്ടുവാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നും ഇതിൽ നിന്നൊക്കെ സ്പഷ്ടമാകുന്നു. ജിന്നുവർഗത്തെയും ശൈത്താനാകുന്ന പിശാചിനെയും സംബന്ധിച്ച് ഇതിനു മുമ്പ് പലപ്പോഴും നാം സംസാരിച്ചതാണ്. അതുകൊണ്ട് ജിന്നും മനുഷ്യനും രണ്ട് പ്രത്യേക വർഗമാണെന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടതില്ല. എന്നിരുന്നാലും മിനൽ ജിന്നത്തി വന്നാസ്,
ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും എന്ന് ഇവിടെ അള്ളാഹു പറഞ്ഞതിൽ നിന്നു തന്നെ രണ്ടും രണ്ട് പ്രത്യേക വർഗമാണെന്ന് ഖുർആനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും സമ്മതിക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊള്ളട്ടെ. ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിലെ ചില അപരിഷ്കൃത വിഭാഗങ്ങൾക്കാണ് എന്നാണല്ലോ ആ വർഗത്തെ നിഷേധിക്കുന്നവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൽ ജിന്നത്ത് കൊണ്ട് ഉദ്ദേശം അപരിഷ്കൃത വിഭാഗക്കാരായ മനുഷ്യരും അന്നാസ് കൊണ്ട് ഉദ്ദേശ്യം പരിഷ്കൃതരായ മനുഷ്യരും ആയിരിക്കണമല്ലോ. എന്നാൽ അന്നാസ് എന്ന വാക്കുകൊണ്ട് ഖുർആനിൽ പലയിടത്തും അപരിഷ്കൃതരെന്നോ പരിഷ്കൃതരെന്നോ തരം തിരിക്കുവാൻ പാടില്ലാത്ത വിധം മനുഷ്യവർഗത്തെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉപയോഗിച്ചാണ് കാണുന്നത്. ചില ഉദാഹരണങ്ങൾ കാണുക. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയുക, ഹേ മനുഷ്യരെ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. സൂറത്ത് ആറാഫ് 158. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും. ഹേ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ. സൂറത്തു നിസാ 1. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഷ്കൃത വിഭാഗത്തിലേക്കോ മറ്റേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലേക്കോ മാത്രമുള്ള റസൂലാണോ? മനുഷ്യവിഭാഗങ്ങളിൽ ഏതെങ്കിലും ചില വിഭാഗക്കാർ മാത്രം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി എന്നുണ്ടോ? ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ അന്നാസ് എന്ന വാക്കിന് മനുഷ്യവർഗം മുഴുവനും ഉൾപ്പെടുമെങ്കിൽ അതോട് ചേർത്ത് ജിന്നിനെയും കൂട്ടിപ്പറയുമ്പോഴേക്കും എങ്ങനെയാണ് അതിൻ്റെ അർത്ഥത്തിൽ ആ മാറ്റം സംഭവിക്കുന്നത്? ആലോചിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുണ്ടായേക്കുന്ന എല്ലാ കെടുതലുകളിൽ നിന്നും, രാത്രി ഇരുട്ട് മൂടിയാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതലുകളിൽ നിന്നും, അസൂയക്കാർ അസൂയപ്പെട്ടാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും പ്രഭാതത്തിൻ്റെ നാഥനായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ജിന്നുകളിലും മനുഷ്യരിലുമുള്ള എല്ലാ കുസൃതിക്കാരുടെയും ദുർമന്ത്രങ്ങളുടെ കെടുതലുകളിൽ നിന്നും മനുഷ്യരുടെ രക്ഷിതാവും രാജാവും ആരാധ്യനുമായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യകളും അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുവാനും അവൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ.